ഹായ് ഓൾ, ഏവർക്കും ലിറ്റ്യൂർ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് MCQ സീരീസ് സീസൺ 2 ഒരു കണ്ടിന്യൂവേഷനാണ്. പ്രത്യേകിച്ച് പാർട്ട് 3 ആണ്. അതായത് മൂന്നാമത്തെ പാർട്ടിലേക്കാണ് ഇന്ന് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന പോലെ തന്നെ എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ നിങ്ങൾ ഈ ഒരു സമയത്ത് വളരെയധികം സസൂക്ഷ്മമായിട്ട് ഇല്ലെങ്കിൽ സിസ്റ്റമാറ്റിക്കായി പഠിക്കേണ്ട ഒരു സമയമാണ്. അത് കണക്കിലെടുത്ത് തന്നെയാണ് ലിറ്റ്യൂർ അക്കാഡമി എന്ന ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഒരു ഹെൽപ്പ് ആകട്ടെ എന്ന് കരുതിയിട്ടാണ് MCQ സീരീസ് തന്നെ നമ്മൾ വീണ്ടും തുടരുന്നത്. അതുകൊണ്ട് തന്നെയാണ് സീസൺ 2 എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതുമാണ്. അതുപ്രകാരം തന്നെ ഇത് കുറച്ചധികം കൂടുതലായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്ന കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികളിൽ നിന്ന് അറിയുന്നതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. കൂടാതെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വഴി നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു എൻകറേജ്മെൻ്റ് എന്ന രീതിയിൽ നിങ്ങൾ ലൈക്കുകളായിട്ടും നിങ്ങളുടെ വാല്യുബിൾ കമൻസ് ആയിട്ടും ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. കാരണം ഇതുപോലുള്ള ഒരു എൻകറേജ്മെൻറ്റ് മാത്രമാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ ലഭിക്കാനുള്ളതും. കാരണം നിങ്ങളുടെ ഈ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് വഴി ഇല്ലെങ്കിൽ കേൾക്കുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു നിമിഷം തന്നെയാണ് എന്ന കാര്യം ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പായി ഒരു കാര്യം കൂടി ഓർപ്പിക്കാനുള്ളത്, നമ്മൾ പുതിയൊരു സ്പെഷ്യൽ ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത വിവരമൊക്കെ നിങ്ങൾ അറിഞ്ഞതാണ്. നമ്മൾ പല വീഡിയോസ് അതിനെക്കുറിച്ച് തന്നെ ഡീറ്റെയിൽ ആയിട്ട് നൽകിയതുമാണ്. അപ്പോൾ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ക്രാഷ് ബാച്ചുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ സ്ലൈഡ് ലാസ്റ്റിൽ നൽകിയിരിക്കുന്ന നമ്പർ മുഖേന കമൻറ്റ് ബോക്സിലും അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിരിക്കുന്ന നമ്പർ മുഖേന ബന്ധപ്പെടാനായിട്ട് ശ്രമിക്കാം. അതുപ്രകാരം നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് വിത്ത് ക്രിസ്പ് ആൻഡ് ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ ദ ഫോർമാറ്റ് ഓഫ് PDF, അതോടൊപ്പം തന്നെ മോക്ക് ടെസ്റ്റുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വീഡിയോസ് ഇൻ ഡീറ്റെയിൽ, മോഡൽ എക്സാമുകൾ, ഡൗട്ട് ക്ലിയറൻസ് പ്ലാറ്റ്ഫോം ഒക്കെ ഉൾപ്പെടുന്ന ഒരു പാക്കേജാണ് നമ്മൾ സ്പെഷ്യൽ ക്രാഷ് ബാച്ചിൽ താരതമ്യേന കുറഞ്ഞ ഫീസിൽ നൽകുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അത്രത്തോളം ദിവസങ്ങളേ ഉള്ളൂ, വെറുതെ ചിന്തിച്ച് സമയം കളയരുതെന്ന് കൂടി നമ്മൾ റിക്വസ്റ്റ് നിങ്ങൾക്ക് മുന്നിലേക്ക് നൽകുകയാണ്. സോ നമുക്ക് കൂടുതൽ സമയം കളയാതെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. പാർട്ട് 3 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കാം. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഓർപ്പിക്കുന്നു, നമ്മൾ ഇതുവരെ നൽകിയിരിക്കുന്ന ഈ ഒരു വീഡിയോസും ഇനി നൽകാനായിട്ട് പോകുന്ന വീഡിയോസൊക്കെ ആ ഒരു സിലബസ് ഓറിയന്റഡ് ആണ്. അതായത് ഫസ്റ്റ് യൂണിറ്റ്, സെക്കൻഡ് യൂണിറ്റ്, തേർഡ് യൂണിറ്റ്, ഫോർത്ത് യൂണിറ്റ്, ഫിഫ്ത്ത് ആൻഡ് സിക്സ്ത് യൂണിറ്റ് ആ ഒരു ക്രമത്തിൽ തന്നെയാണ്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏരിയയൊക്കെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്ന കാര്യം കൂടി എളുപ്പത്തിൽ ഓർപ്പിക്കുന്നു. കാരണം അങ്ങനെയാണെങ്കിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ ആ ഒരു സിലബസ് നോക്കി തന്നെ ഏതൊക്കെ ഭാഗങ്ങളാണ് കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാൻ ഏറെ സഹായിക്കും. നമുക്ക് കൂടുതൽ സമയം കളയാതെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Fame is the last infirmity of the noble mind. In which poem of Milton does this line occur? ജോൺ മിൽട്ടനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. അതുപ്രകാരം ജോൺ മിൽട്ടൺ തന്നെ എഴുതിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വർക്കിലെ ഫസ്റ്റ് ലൈൻ ഫസ്റ്റ് ലൈൻ എന്നല്ല, ഒരു പ്രധാനപ്പെട്ട ലൈനാണ് തന്നിരിക്കുന്നത്. ആ ലൈൻ വരുന്ന ഒരു പോയം ഇല്ലെങ്കിൽ വർക്ക് ഏതാണെന്നാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ദി ഗിവൺ ഓപ്ഷൻസ് ആർ ലിസിഡസ്, കോമസ്, പാരഡൈസ് റീഗൈൻഡ് ആൻഡ് സാംസൺ അഗണിസ്റ്റസ്. ഇതിൽ ഏത് വർക്കിലെ ഒരു പ്രധാനപ്പെട്ട വരിയാണ് തന്നിരിക്കുന്നതാണ് കണ്ടെത്തേണ്ടത്. അതുപ്രകാരം അതിൽ യാതൊരുവിധ ഡൗട്ടും വേണ്ട, ഓപ്ഷൻ A ആണ്, ലിസിഡസ് ആണ് അതിൻ്റെ കറക്റ്റായിട്ട് ഉത്തരം. കാരണം നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം, ലിസിഡസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പാസ്റ്ററൽ എലിജി റിട്ടൺ ബൈ ജോൺ മിൽട്ടൺ. അതായത് ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുടെ മരണത്തിന് അനുശോചിച്ചുകൊണ്ടാണ് ജോൺ മിൽട്ടൺ ലിസിഡസ് എഴുതിയിട്ടുള്ളത്. അത് ആരാണ് ഇല്ലെങ്കിൽ ഏതാണ്, അത് ഏത് ഫ്രണ്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരു മരണമാണ് ജോൺ മിൽട്ടനെ ഇതുപോലൊരു വർക്ക് എഴുതാൻ പ്രചോദനം നൽകിയെന്ന് ചോദിച്ചാൽ അത് മറ്റാരുമല്ല, എഡ്വേർഡ് കിങ് ആണ്. എഡ്വേർഡ് കിങ്ങിന്റെ മരണത്തിന് അനുശോചിച്ചിട്ടാണ് എഡ്വേർഡുമായി ബന്ധപ്പെട്ടുള്ള മരണവുമായി ബന്ധപ്പെട്ട് അനുശോചിച്ചിട്ടാണ് അദ്ദേഹം ജോൺ മിൽട്ടൺ ലിസിഡസ് എന്ന് പറയുന്ന പോയം എഴുതിയത്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിയാനായി സാധിക്കുന്നത്. ജോൺ മിൽട്ടൺ ആണ് ലിസിഡസ് എഴുതിയതെന്ന് മനസ്സിലാക്കുക, അതിലൊരു പ്രധാനപ്പെട്ട വരിയാണ് ഇതെന്ന് മനസ്സിലാക്കുക. കൂടാതെ ഇറ്റ് ഈസ് എ കോമമറേഷൻ ഓൺ ദ ഡെത്ത് ഓഫ് ഹിസ് ഫ്രണ്ട് നെയ്മഡ് എഡ്വേർഡ് കിങ്. ഇത്രയും കാര്യം ക്ലിയർ ആണെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. മിൽട്ടൺ, അതും ജോൺ മിൽട്ടണുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ജോൺ മിൽട്ടൺ റോട്ട് എ ലാർജ് നമ്പർ ഓഫ് പൊളിറ്റിക്കൽ പാംഫ്ലെറ്റ്സ് ആൻഡ് ട്രീറ്റീസസ്. വാട്ട് ആർ ദേ കോൾഡ്? അതായത് പാംഫ്ലെറ്റ്സ്, അതായത് പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ പാംഫ്ലെറ്റ്സ് എഴുതിയിട്ടുണ്ട്, ട്രീറ്റീസസും എഴുതിയിട്ടുണ്ട്. അതിനെയൊക്കെ കളക്ട് ചെയ്ത് വിളിക്കുന്ന പേരെന്താണെന്നാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഗിവൺ ഓപ്ഷൻസ് ആർ ട്രാക്ട്സ്, ഒബ്സർവേഷൻസ്, റിവ്യൂസ് ആൻഡ് ഓപ്ഷൻ D നൺ ഓഫ് ദി എബോവ്. അത് വളരെ ബേസിക് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നൽകാനായിട്ട് സാധിക്കുക ഓപ്ഷൻ A ആണ്. ഓപ്ഷൻ A പ്രകാരം ട്രാക്ട്സ് ആണ്. അതായത് ദി കളക്ഷൻ ഓഫ്
ദി പൊളിറ്റിക്കൽ പാംഫ്ലെറ്റ്സ് ആൻഡ് ട്രീറ്റീസസ് ആർ കളക്റ്റീവ്ലി നോൺ ആസ് ഓർ കോൾഡ് ആസ് ട്രാക്ട്സ്. കൂടാതെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട അദ്ദേഹം എഴുതിയിട്ടുള്ള പാംഫ്ലെറ്റുകളുടെ എണ്ണം പ്രകാരം ദർ ആർ 5 പാംഫ്ലെറ്റ്സ് ആർ ദർ. അതായത് പ്രധാനമായിട്ട് 5 പാംഫ്ലെറ്റ്സുകളാണ് ജോൺ മിൽട്ടൺ പ്രധാനമായിട്ടും എഴുതിയതെന്ന കാര്യം ആലോചിക്കാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലേസ് ഈസ് നോട്ട് റിട്ടൺ ബൈ വില്യം കോൺഗ്രീവ്? വില്യം കോൺഗ്രീവ് വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു സെക്ഷൻ തന്നെയാണ്. എന്നാൽ ഇതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടത് അദ്ദേഹം എഴുതാത്ത പ്ലേ ഏതാണെന്നാണ്. അതിൽ ഗിവൺ ഓപ്ഷൻസ് ആർ ദി വേ ഓഫ് ദി വേൾഡ്, ഓൾഡ് ബാച്ചിലർ, ലവ് ഫോർ ലവ് ആൻഡ് ഓപ്ഷൻ ഡി ദി റിലാപ്സ്. വളരെ സിമ്പിൾ ആണ്. അതിന്റെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ്. ദി റിലാപ്സ് എന്ന് പറയുന്ന പ്ലേ ആണ്. കാരണം അത് എന്തുകൊണ്ടാണ്? അതായത് ദി റിലാപ്സ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറേഷൻ കോമിക് പ്ലേ ആണ്. അത് എഴുതിയത് മറ്റാരുമല്ല, ജോൺ വാൻപ്രഗ് ആണ്. ജോൺ വാൻപ്രഗ് സ്പെല്ലിംഗ് VANBRUGH, and it is a restoration comedy, and its title, the full title of the relapse can be equated as the relapse or virtue in danger. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ദി റിലാപ്സ് ആണ്. റിലാപ്സ് എന്ന രീതിയിൽ ചിലപ്പോൾ വേറെ രീതിയിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം. അതുകൊണ്ട് തന്നെയാണ് അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. ദി റിലാപ്സ് എന്ന് പറയുന്ന പ്ലേയുടെ ഫുൾ ടൈറ്റിൽ ഇപ്രകാരമാണ്: ദി റിലാപ്സ് ഓർ വിർച്യൂ ഇൻ ഡേഞ്ചർ, ആൻഡ് ഇറ്റ് വാസ് എ സീക്വൽ, അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ്, സീക്വൽ ടു കോളി കിബേഴ്സ് ലവ്സ് ലാസ്റ്റ് ഷിഫ്റ്റ്. അതായത് കോളി കിബർ തന്നെ എഴുതിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വർക്കാണ് ലവ്സ് ലാസ്റ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്ന വർക്ക്. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ സീക്വൽ ആണ് ഏത്? ദി റിലാപ്സ് ഓർ ദി വിർച്യൂ ഇൻ ഡേഞ്ചർ എന്ന് പറയുന്ന ജോൺ വാൻപ്രഗിന്റെ തന്നെ റെസ്റ്റോറേഷൻ കോമഡി. ഇതേസമയം നമ്മൾ മനസ്സിലാക്കുന്ന മറ്റു കാര്യം, വില്യം കോൺഗ്രീവ് എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട പ്ലേസ് ആണ് ഏതൊക്കെ? ദി വേ ഓഫ് ദി വേൾഡ്, അതോടൊപ്പം തന്നെ ഓൾഡ് ബാച്ചിലർ, ലവ് ഫോർ ലവ് തുടങ്ങിയ വർക്കുകളൊക്കെ. കൂടാതെ അദ്ദേഹം മറ്റൊരു പ്രധാനപ്പെട്ട വർക്കും കൂടിയാണ് ദി ഡബിൾ ഡീലർ, ദി മോർണിംഗ് ബ്രൈഡ് തുടങ്ങിയവയൊക്കെ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. ഈ ഒറ്റ ക്വസ്റ്റ്യനിലൂടെ നമ്മൾ പ്രധാനപ്പെട്ട 2 വ്യക്തികളുടെ പ്രോമിനന്റ് ഫിഗേഴ്സിന്റെ വർക്ക്സുകൾ ഏതാണെന്നും ഒക്കെ പഠിച്ചു. ആരുടെയൊക്കെയാണ്? വില്യം കോൺഗ്രീവിന്റെ പ്രധാനപ്പെട്ട വർക്ക്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ ദി റിലാപ്സ് എന്ന് പറയുന്ന വർക്ക്, അതിന്റെ ഫുൾ ടൈറ്റിൽ, അത് എഴുതിയ വ്യക്തി, അത് ഏത് കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന വർക്കാണ്, കൂടാതെ അത് ഏത് വർക്കിന്റെ ഒരു സീക്വൽ ആണ് എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വാട്ട് ഇയർ ഡിഡ് ദ ഗ്രേറ്റ് ഫയർ ഓഫ് ലണ്ടൻ ഹാപ്പൻ? ഈ ഒരു സെക്ഷൻ ഏത് ഭാഗത്തുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും? ഓഫ് കോഴ്സ് ദി റിലേറ്റഡ് സെക്ഷൻ ഓർ ദി റിലേറ്റഡ് ഓതർ ഈസ് ഓഫ് കോഴ്സ് സാമുവൽ പെപ്പി. ഈ ഒരു കാര്യം മനസ്സിലാക്കുക. അന്നേരം ഇവിടെ കണ്ടെത്തേണ്ടത് ഗ്രേറ്റ് ഫയർ ഓഫ് ലണ്ടൻ നടന്ന വർഷം, ഇല്ലെങ്കിൽ അത് സംഭവിച്ച വർഷമാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഗിവൺ ഓപ്ഷൻസ് ആർ 1660, 1666, 1658 and 1659. ഇതിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ട് 2 ഡൗട്ടാണ് സാധാരണ രീതിയിൽ മനസ്സിലാക്കാനായിട്ട് വരിക. ഒന്നുകിൽ നിങ്ങൾ പറയും ചിലപ്പോൾ 1660 ആയിരിക്കാം, അല്ലെങ്കിൽ 1666. അതിൽ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. 1666 ഗ്രേറ്റ് ഫയർ ഓഫ് ലണ്ടൻ നടക്കുന്നത്. പ്രധാനമായും സാമുവൽ പെപ്പീസ് ഡയറി, അദ്ദേഹം എഴുതിയിട്ടുള്ള ഡയറീസിൽ ഈ പറയപ്പെടുന്ന ഗ്രേറ്റ് ഫയർ ഓഫ് ലണ്ടൻ ഹാപ്പൻ ഇൻ 1666 അതോടൊപ്പം തന്നെ ഗ്രേറ്റ് പ്ലേഗ് ഓഫ് 1665 1665 തന്നെ നടന്നിട്ടുള്ള ഗ്രേറ്റ് പ്ലേഗിനെ കുറിച്ചും ഡീറ്റെയിൽ ചെയ്യുന്നതാണ് സാമുവൽ പെപ്പി എഴുതിയിട്ടുള്ള ഡയറീസ്. അന്നേരം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ സാമുവൽ പെപ്പിനെയും കൂടി നമ്മൾ പരിചയപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു ഡയറീസിൽ മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഗ്രേറ്റ് ഫയർ ഓഫ് ലണ്ടൻ ആസ് വെൽ ആസ് ഗ്രേറ്റ് പ്ലേഗ് ഓഫ് ലണ്ടൻ ഇൻ 1665 ആൻഡ് കോൺസിക്യൂട്ടീവ്ലി ഇൻ ദ ഇയർ 1666. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ് സാമുവൽ പെപ്പീസ് ഡയറീസ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മാക് ഫ്ലെക്നോ വാസ് എ ഡിറക്റ്റ് അറ്റാക്ക് ഓൺ, അത് എന്തിനെ കളിയാക്കിക്കൊണ്ടാണ് ഇല്ലെങ്കിൽ സറ്റൈറൈസ് ചെയ്തുകൊണ്ടാണ് ഈ മാക് ഫ്ലെക്നോ എന്ന് പറയുന്ന വർക്ക്? ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ജോസഫ് എഡിസൺ, റിച്ചാർഡ് സ്റ്റീൽ, തോമസ് ചാഡ്വെൽ ആൻഡ് ഡോക്ടർ സാമുവൽ ജോൺസൺ. ഇതിൽ നമ്മൾ മനസ്സിലാക്കണം, ആദ്യം ഈ ക്വസ്റ്റ്യനിൽ മനസ്സിലാക്കണം മാക് ഫ്ലെക്നോ എന്ന് പറയുന്ന വർക്ക് എഴുതിയത് ആരാണെന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. അത് മറ്റാരുമല്ല, ജോൺ ഡ്രൈഡൻ ആണ്. ജോൺ ഡ്രൈഡൻ എഴുതിയിട്ടുള്ള ഒരു മോക്ക് ഹീറോയിക് സറ്റയർ എന്ന് പറയുന്ന ഒരു റാനർ ഇല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ ബിലോങ് ചെയ്യുന്ന ഒരു വർക്കാണ് മാക് ഫ്ലെക്നോ. അത് ആരെ കളിയാക്കി എഴുതിയതാണെന്ന് ചോദിച്ചാൽ, ഇല്ലെങ്കിൽ ഇറ്റ് വാസ് എ ഡയറക്റ്റ് അറ്റാക്ക് ഓൺ നൺ അതർ ദാൻ ഓപ്ഷൻ സി
തോമസ് ഷാഡ്വെൽ ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഇത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുക. എങ്ങനെയെന്ന് വെച്ചാൽ ഈ ഒരു വർക്കിൻ്റെ ഫുൾ ടൈറ്റിൽ അറിയുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് ആൻസറിലേക്ക് പെട്ടെന്ന് എത്താനേ സാധിക്കും. അതിൻ്റെ ഫുൾ ടൈറ്റിൽ ഇപ്രകാരമാണ്: മാക് ഫ്ലെക്നോ സെമിക്കോളൻ ഓർ എ സറ്റയർ അപ്പോൺ ട്രൂ ബ്ലൂ പ്രൊട്ടസ്റ്റന്റ് പോയറ്റ് T.S. ഇവിടുത്തെ T.S എന്ന് പറയുന്നത് എന്തിനെ സിഗ്നിഫൈ ചെയ്യുന്നു? ഓർ ഇറ്റ് റെഫേഴ്സ് ടു തോമസ് ഷാഡ്വെൽ. അതാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുക. അതിൽ തന്നെ ഈ ഒരു മാക് ഫ്ലെക്നോ എന്ന് പറയുന്ന വർക്കിലെ ഫസ്റ്റ് ലൈൻ ഒന്ന് നമുക്ക് നോക്കാം. അത് ഇപ്രകാരമാണ്: ഓൾ ഹ്യൂമൻ തിങ്സ് ആർ സബ്ജക്ട് ടു ഡീകേ ആൻഡ് വെൻ ഫെയ്ത്ത് സമ്മൺസ് മൊണാർക്സ് മസ്റ്റ് ഒബേ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നൈമേഷികമായ, അതായത് എല്ലാ ജീവജാലങ്ങളും അനുസരിക്കേണ്ടതും അവരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നതുമായ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്ന ഫസ്റ്റ് ലൈനാണ്. അതായത് എന്താ? എല്ലാം നശിക്കാനുള്ളതാണ്. അതായത് ഒരു കാലത്തെല്ലാം നശിക്കും. അതിപ്പം എങ്ങനെ പറഞ്ഞാലും, അതായത് വിധി വരുന്ന സമയം, ആ ഒരു കറക്റ്റ് സമയത്ത് അതിൻ്റെ വിധി വരുന്നപ്പോൾ അത് നമ്മൾ ആരായാലും, അതിപ്പോൾ വലിയവനായിക്കോട്ടെ ചെറിയവനായിക്കോട്ടെ, അത് നിർബന്ധമായി അനുസരിച്ചേ തീരും. അതാണ് ഈ ഒരു വർക്കിൻ്റെ മാക് ഫ്ലെക്നോയുടെ പ്രധാനപ്പെട്ട ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്ന ഇപ്രകാരമാണ്. അത് ഞാൻ ഈ ഒരു വർക്കുമായി ബന്ധപ്പെട്ട് ഡീൽ ചെയ്തപ്പോൾ അത് ഉൾപ്പെടുത്തിയെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ മനസ്സിലാക്കേണ്ടത് മാക് ഫ്ലെക്നോ എന്ന് പറഞ്ഞ വർക്ക് എഴുതിയത് ജോൺ ഡ്രൈഡൻ ആണ്. അത് ഇറ്റ് വാസ് എ ഡിറക്റ്റ് അറ്റാക്ക് ഓൺ തോമസ് ഷാഡ്വെൽ ആണ്. കൂടാതെ ഈ ഒരു വർക്കിന്റെ ഫുൾ ടൈറ്റിൽ എന്ന് പറയുന്നത് മാക് ഫ്ലെക്നോ ഓർ എ സറ്റയർ അപ്പോൺ ട്രൂ ബ്ലൂ പ്രൊട്ടസ്റ്റന്റ് പോയറ്റ് T.S. ആണ്. കൂടാതെ ഇതൊരു മോക്ക് ഹീറോയിക് സറ്റയർ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ബിലോങ് ചെയ്യുന്നതാണ്. കൂടാതെ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തതുമാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു പാർട്ട് 3യിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുവരെയുള്ള ഭാഗങ്ങൾ ക്ലിയർ ആണെന്ന് കരുതുന്നു. കൂടാതെ നമ്മൾ ഒരിക്കൽ കൂടി ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ക്രാഷ് ബാച്ചിനെ കുറിച്ച്, സ്പെഷ്യൽ ക്രാഷ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എന്താ പറയുക, സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാകും. അതുമായി ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാകും, മോഡൽ എക്സാമുകൾ ഉണ്ടാകും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വീഡിയോസ് ഒക്കെ ഉണ്ടാകും. ആ ഒരു സ്പെഷ്യൽ ക്രാഷ് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ തന്നിരിക്കുന്ന നമ്പർ മുഖേന ബന്ധപ്പെടാനായിട്ട് ശ്രമിക്കാം. കൂടാതെ ഒരിക്കൽ കൂടി ഇതുപോലുള്ള പാർട്ട് വീഡിയോസ് ചെയ്യുന്നതിൽ ഒരു എൻകറേജ്മെന്റ് എന്ന രീതിയിൽ നിങ്ങളുടെ വാല്യുബിൾ കമന്റ്സ് ദയവ് ചെയ്ത് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൂടാതെ ലൈക്ക് ചെയ്യാനും, കൂടാതെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രമിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഇത്രത്തോളം മാത്രമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഇതുവരെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് കരുതുന്നു. സോ ഇറ്റ്സ് ബൈ ഫ്രം ലിറ്റ്ഷ്വർ അക്കാഡമി. താങ്ക് യു ഓൾ.